ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും കുഞ്ഞാറ്റ ഫാമിലി വൈബ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മഴ ദിവസത്തെ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ നമുക്ക് ഇന്ന് മഴ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മഴ വന്നെന്ന് പറയുമ്പോൾ ചാറി പോയിട്ടുള്ളൂ കേട്ടോ, പക്ഷേ നല്ല ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 18 ഡിഗ്രിയിലാണ് കേട്ടോ ഇന്നുള്ളത്. രാവിലെ ഞാൻ എണീറ്റപ്പോൾ ഒരു 4:45 4:45 നമ്മളിങ്ങനെ ഉണർന്ന് കിടന്നു, പക്ഷേ എണീറ്റപ്പോൾ 4:45. അപ്പോൾ ഒന്നും മഴ കണ്ടില്ല കേട്ടോ, മഴയൊന്നും ഉണ്ടായിരുന്ന പോലെ തോന്നിയില്ല. നമ്മൾ പുറത്തങ്ങനെ ആ സമയത്ത് നോക്കാറില്ല. ഞാൻ ചായയൊക്കെ കുടിക്കുമ്പോഴാണ് കേട്ടോ നോക്കുക. അങ്ങനെ ഒരു 5:15 ആയപ്പോൾ നമ്മൾ കേട്ടൻ മാറ്റി നോക്കിയപ്പോൾ ഇതേപോലെ മഴ ചാറിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം റോഡൊക്കെ നനഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിത് മഴ എന്ന് പറയാനായിട്ട് കാണില്ല, ചാറിനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് റോഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വെള്ളത്തിൽ ഇങ്ങനെ തൂളൽ വീഴുന്നുണ്ട്. അത് അത്യാവശ്യം കുറച്ച് നേരം പെയ്തിട്ടുള്ളൂ, എന്നാലും നല്ല തണുപ്പായിരുന്നു. പിന്നെ ഇന്ന് രാവിലേക്ക് നമുക്ക് ചപ്പാത്തി മുട്ടക്കറിയാണ് കേട്ടോ. നമ്മൾ തലേദിവസം ചാറുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പൊട്ട പുഴുങ്ങി തൊലി കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ തന്നെ പുഴുങ്ങി വെച്ചായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കളഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ ഇത്തിരി തെളിച്ചം വന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ സമയം 6:10 6:15 ആയിട്ടുണ്ട്. നമ്മുടെ മഴക്കാരൊക്കെ ഒന്ന് മാറിയിട്ട് ചെറുതായിട്ട് സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. എന്നാലും ഇപ്പോൾ ഈ സമയത്തൊന്നും അധികം വെയിലൊന്നും നമുക്ക് തോന്നാറില്ല. ഉച്ച നേരത്ത് ഇത്തിരി വെയിലുണ്ടാവും. അങ്ങനെ നമ്മൾ സ്കൂളിൽ പോയി വന്നതിന് ശേഷമുള്ള വീഡിയോ കേട്ടോ. കറികളൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് മീൻ വറുത്തതും അതുപോലെ തന്നെ മീൻ മസാല വെച്ചിട്ടും പിന്നെ നമ്മൾ മീൻ കാച്ചിയത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇറക്കി വെച്ചിട്ടുണ്ട്. കാച്ചിയത് ഇപ്പോഴാണ്, ഉച്ചയ്ക്ക് ചൂടോടെ കാച്ചിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്നലെ രാത്രിത്തെ കുറച്ച് ഉപ്പേരിയും കൂടി ബാക്കിയുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബാക്കിയുള്ള ചോറ് ഊറ്റിയിട്ട് ഞാൻ ചാക്സലിന് തന്നെ അടച്ചു വെക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലപോലെ തണുത്ത് പോകും. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ചൂടുണ്ടാകാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പുറത്ത് പോകുന്നൊരു വീഡിയോ ആണ്. നമ്മൾ അൻസാർ ഗാലറിക്ക് പോകാനായിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എടുത്താണ് കേട്ടോ. ഇത് നമ്മൾ കണ്ടാൽ നമുക്ക് ഗ്രൗണ്ട് പോലെ തോന്നുമെങ്കിലും ഇത് കടലാണ് കേട്ടോ. റോഡിൻ്റെ രണ്ട് സൈഡും അത്യാവശ്യം നല്ലപോലെ വെള്ളമൊക്കെ ഇങ്ങനെ ഡ്രൈ ആയ പോലെ ഉണ്ട്. ഇതും കടലിലൊരു പോർഷനാണ്. നമ്മുടെ ഇവിടെ കടലിൻ്റെ മുകളിൽ കൂടെയൊക്കെ നമ്മൾ ബ്രിഡ്ജും ഫ്ലാറ്റും ബിൽഡിങ്ങും ഒക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ കടൽ പോലെ തിരകളൊക്കെ കുറവാണ്. അങ്ങനെ ഇതേ നമ്മൾ അൻസാറിലെത്തിയിട്ട് അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങളും വിൻ്റർ ക്ലോത്ത്സും ഷോളിനും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതേപോലത്തെ ഒരു ഷോൾ നമുക്ക് നാട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് മോൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. സെയിം കളറിന് ഓൾമോസ്റ്റ് സെയിം ഡിസൈനാണ്. പിന്നെ എനിക്ക് ഈ ചുവപ്പ് ഷോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ക്രിസ്മസിനൊക്കെ നമുക്കിങ്ങനെ പുതച്ചിട്ട് വിൻ്ററിനൊക്കെ പോകാൻ നല്ലതാണ്. പക്ഷേ ഞാനത് വാങ്ങിയില്ല കേട്ടോ. എനിക്ക് ചുവപ്പ് ഇഷ്ടമാണെങ്കിലും എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തില്ല. പിന്നെ അതേ നമ്മുടെ മുകളിൽ പോയി ഈ വീഡിയോ നമ്മുടെ കുഞ്ഞാണ് കേട്ടോ എടുത്തത്. ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവളങ്ങനെ ചെരിച്ചും വളച്ചൊക്കെ എടുത്തു. ഫോൺ ചോദിച്ചിട്ട് തന്നില്ല. അപ്പോൾ അവളൊരു വീഡിയോ ക്ലിപ്പും കൂടി ഇടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ലിഫ്റ്റ് എക്സിലേറ്ററിൽ കയറുമ്പോൾ കാണുന്ന ഒരു സീനാണ്. പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നേ പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു കേക്ക് പരീക്ഷണം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തൊക്കെ മുട്ടയൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞാറ്റ വന്നു. കുഞ്ഞാറ്റയ്ക്ക് മുകളിൽ തന്നെ കയറിയിരിക്കണം. അപ്പോൾ എനിക്കിവിടെ ഒട്ടും സ്ഥലമില്ല. അപ്പോൾ ഞാനോട് പറഞ്ഞ് ഇറങ്ങിയിരിക്കുക, എന്നാലും എനിക്ക് കാണണം അമ്മയെന്ന് പറഞ്ഞിട്ട് കുഞ്ഞാറ്റ കയറിയിരിക്കുക. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ അത് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ വെച്ച് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ഒട്ടും പറ്റില്ല. അപ്പോൾ ഞാൻ മേശമ വെച്ചിട്ട് ബാക്കിയുള്ള സ്റ്റെപ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നാട്ടിൽ ഞാൻ കേക്ക് ഉണ്ടാക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ വന്നേ പിന്നെ ഒരിക്കൽ ട്രൈ ചെയ്തു. പക്ഷേ വിപ്പിംഗ് ക്രീം എന്തോ പണി തന്നായിരുന്നു, ഒട്ടും തന്നെ സ്റ്റിഫ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഒന്നുകൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങി. സക്സസ് ആയിട്ടോ കേക്ക് ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പും ബീറ്ററൊക്കെ കുറേ നാൾക്ക് ശേഷമൊക്കെ യൂസ് ചെയ്തു. പിന്നെ ഇതുപോലെ മുട്ടയൊക്കെ പൊട്ടിച്ച് ഒഴിച്ച് മുഴുവനായിട്ട് എടുത്തില്ല കേട്ടോ. ഞാൻ കേക്കിൻ്റെ വീഡിയോ ആയിട്ട് എടുത്തതല്ല. അന്ന് ഉണ്ടാക്കിയപ്പോൾ കുറച്ചൊന്നും എടുക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ് കേട്ടോ. ഇവിടെ നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്കിവിടെ മക്കൾക്കും എനിക്കും അതുപോലെ നല്ല കഫക്കെട്ടും ചുമയൊന്നും മുഴുവനായിട്ട് മാറിയിട്ടില്ല, മാറണില്ല. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുവാണ്. അപ്പോൾ അതുകൊണ്ട് ക്രീം കഴിക്കാമെന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം. അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കാൻ നോക്കിയത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ തീരെ ലൈറ്റായിട്ട് വെറുതെ ഇങ്ങനെ നമ്മൾ ബ്രെഡും ജാമും തേക്കുമ്പോൾ അത്രയും ലൈറ്റായിട്ടാണ് ഞാൻ ക്രീമൊക്കെ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ക്രീമല്ലേ വേണ്ടോ. അതുപോലെ കോട്ടിങ്ങും വെറുതെ ക്രം കോട്ട് ചെയ്തിട്ടുള്ളൂ. ഡീപ്പായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് നമുക്ക് മൊത്തത്തിൽ കവർ ചെയ്തിട്ടില്ല. ബിക്കോസ് നമുക്ക് കേക്ക് കഴിക്കല്ലേ വേണ്ടോ. കേക്ക് കട്ട് ചെയ്യും വേണം, കേക്ക് കഴിക്കും വേണം. അപ്പോൾ ആ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ട് ഞാൻ ക്രീം ജസ്റ്റ് ക്രം കോട്ട് ചെയ്ത് കേക്കിനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ലെയറും അതുപോലെ നല്ലപോലെ കട്ടിക്ക്
കട്ടി കുറച്ചാണ് കേട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ അതേ ബേക്കായി നല്ലപോലെ സ്പോഞ്ച് പോലെ പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ഇത് പറഞ്ഞില്ലേ ഇതേപോലെ ലൈറ്റായിട്ട് ലെയറൊക്കെ തേച്ച് കേക്ക് കഴിച്ചു. കേക്ക് കട്ട് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പള്ളിയിൽ പോയിട്ടോ. പള്ളിയിൽ പോയി വന്നതിന് ശേഷം നമ്മൾ എല്ലാം ക്ലീൻ ചെയ്ത് കേക്കൊക്കെ ഉണ്ടാക്കിയപ്പോൾ ആകെ മെസ്സായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാ പണികളും കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇനി നമുക്ക് കിടക്കാൻ പോകണം. കിടക്കാൻ പോകണ നേരത്താണ് ഓർത്ത് നമ്മൾ ചെടികൾക്കൊന്നും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു. കാര്യം രാവിലെ മഴ പെയ്തിട്ടുണ്ട്, എന്നാലും മണ്ണ് ഡ്രൈ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.